ആശാൻ എന്തിനാ വെറുതെ ഉണ്ടോ നെഞ്ചത്തോട്ട് വരാൻ? നിങ്ങളെ പണി അറിയാൻ ആരെങ്കിലും ഉണ്ട് ആശാനെ? നിന്റെ കൂട്ടാനും പുഷ്പേനുള്ള പുഷ്പയുടെ കാര്യമൊന്നും പറയണ്ട ആശാനെ. എന്ത് വെച്ചാടാ? അവൻ ഇന്നലെ വീട്ടിലേക്ക് നടന്നു പോണ വഴിയുണ്ടല്ലോ അവന്റെ വാട്സാപ്പിൽ. ഇല്ല ആശാനെ, ഞാൻ പറഞ്ഞേക്ക് തോന്നിക്കറി വിളിയേക്കാളെ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ്. എന്തുവാടാ? പണ്ടതിനെ അറിയാൻ എന്തൊരു ആകാംക്ഷ. ഈ മെസ്സേജ് 106 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നമുണ്ടാവും. അവൻ അയച്ചു കൊടുക്കാൻ അവൻ വീട്ടിൽ പോയി പൊതച്ചു മൂടി കിടന്നു ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവന്റെ ഭാര്യ ബംഗാളിക്കാരനായിട്ട് ഒളിച്ചോടി. ആശാനത് എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളണ? അവനെന്തെങ്കിലും അയച്ചു കൊടുത്തിരുന്ന പ്രശ്നം വല്ല ഉണ്ടായിരുന്നാ? നീ പറയുന്ന സത്യമാണോ? ആശാനെ സത്യാണ് സത്യം. എടാ അങ്കി അവനോട് പറയാം എനിക്കും കൂടി അയച്ചു തരേ. എന്തിനാ ആശാനെ? എടാ വീട്ടിലൊരു മാറ്റം ഉണ്ടാണേ ഇങ്ങനെയെങ്കിലും ഒഴിച്ചു പോട്ടേന്ന്. ആശാൻ ഉദ്ദേശിച്ച ഏട്ടത്തെമ്മേനെയാണ്, അല്ലാതെ വേറെ ആരെ ഉദ്ദേശിച്ചാടാ ഞാൻ പറയണ്ട. എന്നാ ഞാൻ ഏട്ടത്തമ്മയോട് പറഞ്ഞു കൊടുത്തല്ലോ. ഞാൻ നാളെ മനസ്സിലാക്കുമല്ലോ. എടാ പ്ലെയർ എടുക്കടാ പ്ലെയർ. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാപമായി എന്നെ നീ കാക്കുമാറാകണം. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാപമായി എന്നെ നീ കാക്കുമാറാകണം. എന്താ ആശാനെ വല്ല മിസ്റ്റേക്ക് ഉണ്ടാ? ഇത് പ്രാർത്ഥന ആയതുകൊണ്ട് നിന്നെ വിട്ടിരിക്കണേ. എടാ ഞാൻ നിന്നോട് പറഞ്ഞത് പ്ലെയർ എടുക്കാനാടാ. ഞാൻ രാവിലെ ഒന്നും ചൊല്ലിട്ടിരിക്കുവാടാ. ഏടാ ആശാനെ